ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ഫ്രൈഡ് റൈസ് നോക്കാം. ഒരു പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസേ അല്ലത്. നമുക്ക് ജസ്റ്റ് ഒരു ചില്ലി ചിക്കനോ അങ്ങനെ ഗ്രേവി ഐറ്റംസ് ഒന്നും വേണ്ടാണ്ട് നമുക്ക് റൈസായിട്ട് മാത്രം കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായി, അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടോ ഹസ്ബൻഡിന് ഓഫീസിലേക്ക് കൊടുത്തേക്കാനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം. കുറച്ച് മതി ബോൺലെസ് ചിക്കന്. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് സോയാ സോസും, ഒരു അര സ്പൂണ് സോയാ സോസും ടൊമാറ്റോ സോസും, കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, 10 മിനിറ്റ് മതി. അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് കുറച്ച്, ഞാൻ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ടർ യൂസ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബട്ടർ ഭയങ്കര ടേസ്റ്റാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് വേറെ തന്നെ ഒരു ചുവയല്ല. അപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിൽ വേണ്ട, നമുക്ക് ഒരു ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ്. ബട്ടർ യൂസ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റാവും, ചിലർക്ക് ഇഷ്ടപ്പെടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുക. ചിക്കൻ നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് അതേ ബട്ടറിൽ തന്നെ കുറച്ച് ഗാർലിക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, സ്പ്രിങ് ഓണിയൻ, ക്യാബേജ്, ക്യാപ്സിക്കോ, അതാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇതിൽ വേണ്ടാത്ത നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കുക്കാവേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് 1 ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോസാണ് എടുത്തത്, എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഈ ടൈമിൽ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതിനുശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ അടുത്ത റൈസാണ്. ഞാനിവിടെ എടുത്ത റൈസ് ബസ്മതി റൈസാണ്. 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും വെജിറ്റബിൾ ഓയിലും കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റൈസ് ഇടുമ്പോൾ നോക്കണം, തണുപ്പിച്ചിട്ട് വേണം ഇടാൻ. നമ്മൾ ചൂടോടൊക്കെ ഇടരുത്, അപ്പോൾ വെന്തുടഞ്ഞ് ഒരു 80-90% ആയാൽ മതി, കുക്കായാൽ മതി റൈസ്. പിന്നെ അതിന് കുറച്ച് സോയാ സോസും കുറച്ച് മറ്റേ പെപ്പർ പൗഡറും കുറച്ച് സ്പ്രിങ് ഓണിയൻ കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത സംഭവം റെഡി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.